ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കേക്ക് ബേക്കേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒത്തിരി റെസിപ്പീസ് ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇന്നത്തെ റെസിപ്പിയിൽ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇലക്ട്രിക് ബീറ്ററിൻ്റെയോ മെഷർമെൻറ്റ് കപ്പിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. വിസ്ക് പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്രീം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നല്ല സിൽക്കി സ്മൂത്ത്, നമുക്ക് ശരിക്കും പുറത്ത് സെയിൽ ചെയ്യുന്ന കേക്ക്സിനെ പോലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ഒന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ കഴിയുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇതിലോട്ടേക്ക് ഞാനൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ്. അത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മുടെ ക്രീമിന്. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമ്മുടെ പാനിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് ചേർത്തതിന് ശേഷം 1/4 കപ്പ് തന്നെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അളവെടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാ അളവ് എടുക്കാൻ നോക്കിയാൽ മതി. 1/4 കപ്പ് പാലെടുക്കുമ്പോൾ 1/4 കപ്പ് തന്നെയാണ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൈവച്ച് ഇളക്കി കൊടുത്തിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കരുത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ക്രീമിനകത്തോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നങ്ങ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു ചൂട് പാലിനകത്ത് ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. കണ്ടില്ലേ, ഞാൻ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതിന് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ബൗളിനകത്തോട്ടേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി സമയം ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട, അതുപോലെ ഫ്രീസറിനകത്ത് വെക്കരുത്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ് മാത്രം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതിനകത്ത് ബട്ടർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ബട്ടറിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/4 കപ്പ് തന്നെയാണ്. എല്ലാം 1/4 കപ്പാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അളവുകളും ഓർത്ത് വെക്കാവുന്നതാണ്. 1/4 കപ്പ് അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഉപയോഗിക്കുക. സാൾട്ടഡ് ബട്ടർ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. പിന്നെ വിസ്ക് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾ റെഡിയാക്കി എടുക്കുന്നതിന് ഒരു ഇത്തിരി സമയം മുന്നേ ബട്ടർ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും. നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ട് അങ്ങ് അടിച്ചെടുക്കാം. ഈ ഒരു ബൗളിൽ എനിക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചെറിയൊരു ബൗളിനകത്തോട്ടേക്ക്, അതായത് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതുപോലെ കുഴിയുള്ള പാത്രം ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയുക. ഒത്തിരി സമയം നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇത് ആ ഒരു ഡാർക്ക് യെല്ലോ കളർ മാറിയിട്ട് ഒരു ലൈറ്റ് യെല്ലോയിഷ്, നമ്മൾ വൈറ്റ് കളർ ആകുന്നത് വരെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് കളർ മാറി ഒരു ലൈറ്റ് യെല്ലോ കളർ ആകുന്നത് വരെ മാത്രം, ഇത് ഡബിൾ ആകുന്ന വരെ മാത്രം ചെയ്തെടുത്താൽ മതി. ഇനി ഇതും നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ 5-10 മിനിറ്റ് മാക്സിമം അത്ര മാത്രം രണ്ടും തണുപ്പിച്ചെടുത്താൽ മതി. രണ്ടും നല്ലതുപോലെ കണ്ടില്ലേ, നമ്മുടെ ക്രീം നല്ല ആ ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴുള്ള കൺസിസ്റ്റൻസി ഉണ്ടോ. അതുപോലെ നമ്മുടെ ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ബട്ടർ നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ആ തണുപ്പൊന്ന് മാറിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മളൊരു 5 മിനിറ്റ് തണുപ്പിച്ചെടുക്കുന്നത്. ഇനി സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്നങ്ങ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്ന് കുറച്ചൊരു സ്മൂത്തായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലോട്ടേക്ക് വരും. ഞാനൊന്ന് സ്പൂൺ വെച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ ഒരു പാകത്തിൽ തണുപ്പിച്ചതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി നമ്മൾ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഈ ക്രീം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്ത് ഇതിനെ സ്റ്റിഫ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം ജസ്റ്റ് ബാച്ചായിട്ട് കുറച്ച് ചോക്ലേറ്റ് ക്രീം ചേർത്ത് കൊടുക്കാം. ബട്ടറുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അല്ലാതെ നമ്മൾ ഒത്തിരി സമയം അടിച്ചെടുത്തിട്ട് ഇത് സ്റ്റിഫ് ആകുന്നത് വരെ, അതായത് ഇലക്ട്രിക് ബീറ്റർ നമ്മൾ ആദ്യം ചെറിയ സ്പീഡിൽ അടിക്കും, പിന്നെ സ്പീഡ് കൂട്ടി അടിക്കാം, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബട്ടറുമായിട്ട് ബാച്ചായിട്ട് ഈ ക്രീം ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കണ്ടോ, ഇത് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ളത്. ഇനി നമ്മൾ കുറേ സമയം ബീറ്റ് ചെയ്യാനോ കളിക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഇതുപോലെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീസറിനകത്ത് ഒരു 5 മിനിറ്റ്, ജസ്റ്റ് 5 മിനിറ്റ് വെച്ച് തണുപ്പിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ശേഷമുള്ളത് കാണിച്ചു തരാം. ഇത് കറക്റ്റ് 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു 3-4 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് മാറും. ഇനി നമ്മൾ ബീറ്റ് ചെയ്യുമോ ഒന്നും തന്നെ വേണ്ട. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ല, നല്ല സ്റ്റിഫ്
റഫായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ച് തട്ടി കൊടുത്താലൊന്നും താഴെ വീഴില്ല. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അരിച്ചെടുത്തിട്ടും അതുപോലെ പാൽപ്പൊടി വെച്ച് ചെയ്യുന്നത് കൊണ്ടൊക്കെ ഇതിനൊരു നല്ല ടേസ്റ്റുമാണ്. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഇതിനകത്ത് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് എസൻസ് ഒക്കെ കൂടുതൽ ടേസ്റ്റിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കോഫി പൗഡറിൻ്റെ മിക്സ് 1 ടേബിൾ സ്പൂണൊക്കെ സാധാരണ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ക്രീമിന്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് പൈപ്പിംഗ് ബാഗിനകത്തോട്ടേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കേക്ക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കപ്പ് കേക്ക് മോൾഡിനകത്തോട്ടേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്ക്സിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക്, എന്തായാലും ഇഷ്ടമാകും. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.